അതിലും ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് ഇന്ന് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രേംകുമാർ വന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെയാണ്. സംസാരവും ചർച്ചയും പോകേണ്ടി വരുന്നത് UDF-നകത്തും പുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഒരു സാഹചര്യമുണ്ടല്ലോ. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ ആദ്യം ശ്രീ പ്രേംകുമാറിലേക്ക് വരാം. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ, ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ശ്രീ പ്രേംകുമാർ, ആ പേര് പോലും ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റേയാൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അതും കറിവേപ്പില. ഈ OLX-ലൊക്കെ സ്ഥാനാർത്ഥിയെ തിരക്കി OLX-ലിടുന്നു എന്ന തരത്തിലേക്ക് പോസ്റ്റുകളിടുക, അത് വലിയ തോതിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയിൽ എടുത്തു വെച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇങ്ങനെ അത്തരം ഈ OLX പ്രയോഗമൊക്കെ വന്നൊരു ട്രോൾ പോസ്റ്റ് എടുത്തു വെച്ചിട്ട് ആ ചർച്ചയിലെ ആദ്യത്തെ ചോദ്യമായി വന്നപ്പോൾ ആ ചർച്ചയിൽ പോയ CPIM പ്രതിനിധി അതേക്കുറിച്ച് പറയുന്നത് കേട്ടു. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ ഇത്തരം ഒരു വില കുറഞ്ഞ പോസ്റ്റിൽ ഒരു ആദ്യ ചോദ്യം ഉന്നയിക്കാനുള്ളൊരു താല്പര്യമുണ്ടല്ലോ, അത് ഉചിതമല്ല എന്ന് പറയുന്നത് കേൾക്കാനിടയായി. അതാണ് ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ ഇടത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റേയാൾ കറിവേപ്പില്ല. പ്രേംകുമാർ, ആളെ മനസ്സിലായോ? അല്ല, ആളെ മനസ്സിലായി. അതായത് രസകരമായ രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഈ OLX പോസ്റ്റർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട OLX പോസ്റ്ററിനകത്ത് ഇട്ട OLX-ന്റെ ലോഗോ ആണ് ഇട്ടുള്ളത്. ആ ലോഗോ പോലും വ്യാജമാണെന്നുള്ളതാണ് സത്യം. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കൂ OLX-ന്റെ ലോഗോ ഏതാണെന്ന്. അതല്ല, ആ ഇട്ട ലോഗോ വ്യാജമാണ്. ഇതെല്ലാം ഇങ്ങനെ വ്യാജമായി പോകുന്നത് പ്രേംകുമാർ? അതല്ല, OLX-ന്റെ ലോഗോ അതല്ല. ഇപ്പോ അല്ല, അങ്ങനെ തൊട്ടതെല്ലാം വ്യാജമാകുന്നതും എന്തുകൊണ്ടാണ്? അതെനിക്കറിയില്ല, അത് ഞാൻ പറയുന്നത് പോട്ടെ. ആ ലോഗോ OLX ലോഗോ അല്ല, അത് വളരെ ക്ലിയർ ആണ്. കൈരളി ന്യൂസിന് ഇപ്പോഴൊരു ലോഗോ ഉണ്ട്, അതുപോലെ OLX-ന്റെ ലോഗോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വ്യാജ ലോഗോ ആണ്. 2025 ആ ലോഗോ ഇടുമ്പോൾ വ്യാജ ലോഗോ ആണ്, ഫോൾസ് ലോഗോ ആണ്. പിന്നെ കറിവേപ്പില എന്നുള്ള പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല. കറിവേപ്പില കറിയിൽ ഇട്ടതിന് ശേഷം കറിക്ക് ടേസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം കഴിക്കുന്ന സമയത്ത് കളയുന്ന സാധനമാണ്. കേരള പൊളിറ്റിക്സിൽ പാസ്റ്റ് ടെൻസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന PV അൻവർ UDF പൊളിറ്റിക്സിൽ കറിവേപ്പില പോലും ആയിട്ടില്ല. നമ്മൾ അങ്ങാടിയിൽ നിന്ന് കറിവേപ്പില വാങ്ങുമ്പോൾ അതിന്റെ കറിവേപ്പിലയുടെ ആ സ്റ്റാറ്റസ് അല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ പ്രേംകുമാർ തന്നെ സമ്മതിച്ചല്ലോ. അതായത് കറിവേപ്പില ഉപയോഗിക്കുന്നു, കറിക്ക് സ്വാദുണ്ടാകുന്നു, അല്ലെങ്കിൽ കറിയുടെ ഭാഗമാകുന്നു. പിന്നീട് ഇതിനൊരു കഥയില്ലായ്മ സംഭവിക്കുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ മറ്റേയാളെ ഓർമ്മ വരും. അങ്ങനെ ഞാൻ അതും കൂടി പറയട്ടെ. അതായത് കറിവേപ്പില കറിയിൽ ഇടുന്നു, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നു, അതിനുശേഷം കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയുന്നു. കറിവേപ്പില വാങ്ങുമ്പോൾ അതിന്റെ കൂടെ വല്ല കാട്ടപ്പയോ ശീമക്കൊന്നയുടെ ഇലയോ ഒക്കെ വരും, അത് എടുത്ത് കളയുന്ന പോലെയാണ് കളഞ്ഞിട്ടുള്ളത്. കാരണം ഇദ്ദേഹത്തെ കറി കൂട്ടിയിട്ടില്ലെന്നേ. UDF-ന്റെ ഒരു പരിപാടിയിലും ഇദ്ദേഹം ചേർന്നിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഖത്ത് ചവിട്ടുകയും തുണിയഴിക്കുകയും ചളിവാരി എറിയുകയും എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറയുന്നത്. അയാളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് UDF-ന്റെ എന്താ പറയാ ചെയർമാൻ. അക്കരെ സിനിമയില് അമേരിക്കയിൽ പോകാൻ വേണ്ടി ശ്രീനിവാസൻ മോഹൻലാലിന്റെ ചവിട്ടുകൊള്ളുന്ന സീനുണ്ട്. നിനക്ക് ഞാൻ മീനവിയിൽ വെച്ച് തരാം എന്നൊക്കെ പറയാ ഒരു സീനുണ്ടോ? അങ്ങനെ എന്നെ ചവിട്ടിക്കോളൂ, എന്നെ തൊഴിച്ചോളൂ എന്ന് പറയുന്ന സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രേംകുമാറിന്റെ പ്രശ്നമാണ്. പ്രേംകുമാർ പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ ഇനി മറ്റൊരു കാര്യം, ഈ നിങ്ങൾ പറഞ്ഞ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റും ഈ മറ്റേ ആളുടെ UDF പ്രവേശനവും തമ്മിൽ ഭയങ്കരമായ ചരിത്രപരമായ ബന്ധമുണ്ട്. പൂച്ചപ്പാറ മണി എന്ന് പറയുന്ന മാഞ്ചേരി കോളനിയിലെ ആദിവാസി യുവാവ് അഥവാ ചോലനായിക്ക ഫാമിലിയിൽപ്പെട്ട ജീവിതകാലം മുഴുവൻ കാട്ടിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹമാണ് ആനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. അന്നാണ് അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തതിന്റെ പേരിലാണ് ഇദ്ദേഹം തവനൂർ ജയിലിൽ കിടക്കുന്നത്. DMK നേതാവായിട്ട് ജയിലിലേക്ക് പോയ ആള് പിറ്റേഴ്സ് രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നത് UDF നേതാവായിട്ടാണ്. പക്ഷെ ഈ സമയം വരെ UDF നേതാവായിട്ടുമില്ല. ഇത് ശരത്ത് തരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ മഹാഭൂരിപക്ഷ ആളുകൾ വിചാരിക്കുന്നത് പോലെ PV അൻവറും കോൺഗ്രസും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് PV അൻവറിനെയും കൂടെ കോൺഗ്രസിന്റെ ഉള്ളിലേക്ക് എത്തിച്ചിട്ട് VD സതീശന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യണം, ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്ന കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഒരു ഭാഗത്തും അത് പറ്റില്ല, കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് തന്നെ എടുക്കണമെന്ന് പറയാൻ ശ്രമിക്കുന്ന, നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന UDF കൺവീനർ VD സതീശൻ തമ്മിലുള്ള പ്രശ്നമാണ്. കാരണം ഇവർ ഇതിൻ്റെ അകത്ത് ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നേ. അതായത് UDF എന്താ പറയാ, PV അൻവർ എന്ന് പറഞ്ഞ ആള് UDF-ലാണോ
UDF-ന്റെ ഉള്ളിലാവണമെന്ന് പോലുമില്ല. ബസിന്റെ പിറകിലെ കോണിയിൽ ഞാൻ നിന്നോളാന്ന് പോലും ഈ മനുഷ്യൻ പറയുന്നുണ്ട്. വേണ്ട എന്നാണെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. UDF-ന്റെ AICC പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് CPM-ന്റെ ഏജന്റ് ആണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ UDF കൺവീനർ ചെയർമാനായിട്ടുള്ള VD സതീശന് ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരാളോട് പിന്നെയും ചർച്ച ചെയ്യാൻ പോവാണ്. ഇന്ത്യയിൽ ഏറ്റവും പാരമ്പര്യമുള്ള ജനാധിപത്യ പാർട്ടി KC വേണുഗോപാൽ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എന്ന് അയാൾ തന്നെ പറയുന്നു ചർച്ച ചെയ്യാമെന്നുള്ളത്. മറ്റാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അത് ഇങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോലും പറ്റാത്ത UDF-ന്റെ കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഇത് കാണുന്നത്. ഇങ്ങനെയുള്ള ആളാണ് ഈ ഇന്നത്തെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ക്രൈസിസ് മാനേജ്മെന്റ് ലോക നിലവാരത്തിലെത്തിയിട്ടുള്ള കേരളം ഭരിക്കാമെന്ന് നാട്ടുകാരോട് പറയുന്നത്. ആളുകൾ ഇത് തമാശയാക്കി കളയുന്ന ഇതുകൊണ്ടാണ്. M. സ്വരാജ് പറഞ്ഞതുപോലെ 2 സ്ഥാനാർത്ഥികളും വോട്ട് ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ്. സത്യമാണത്. ശരത്തിന് അറിയാം, നിലമ്പൂർ മണ്ഡലത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ മത്സരിക്കുന്നുണ്ടേ, നിങ്ങൾ മത്സരിക്കുക എന്ന് 2 പേരും ചെന്ന് പറയുന്നുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തും പറയുന്നുണ്ടായിരുന്നു, VS ജോയിയും പറയുന്നുണ്ടായിരുന്നു. 2 പേരും വോട്ട് ചോദിക്കാൻ തുടങ്ങിയ അവസ്ഥയിലാണ് ഇതാ ഒരാളാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴും അവിടെ തല്ല് അടങ്ങിയിട്ടില്ല. ഇന്നിപ്പോ പറയുന്നത് നാളെ വൈകുന്നേരം എന്നാണ്. എന്തായിരുന്നാലും ശരി, കേരള പൊളിറ്റിക്സിൽ പാസ്റ്റ് ടെൻസ് ആണ് PV അൻവർ. നിലമ്പൂരിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഈ ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്നുള്ളത് 0 ആണ്, ബിഗ് 0 ആണ്. എങ്ങനെ വന്നാലും അത് തന്നെയാണ്. ഇതാണ് സത്യം. പറയുന്ന ഈ ക്രൈസിസ് മാനേജ്മെന്റ് മാത്രമല്ല, വയനാട്ടിൽ 441 ആളുകളുടെ വീടിന്റെ പണി ഈ പെരുമഴയത്ത് അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മാസം കൊണ്ടാണ് ഒന്നാമത്തെ മോഡൽ വീടിന്റെ പണി തീർന്നിരിക്കുന്നത്. 350 കോടി രൂപയാണ് സർക്കാർ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ULCCS ആണ് അതിന്റെ വർക്ക് നടത്തുന്നത്. ഈ എല്ലാ ബഹളങ്ങൾക്കും ഈ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം പോലും ഇല്ലാതെ അത് അവിടെ നടക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ച വീടിന്റെ അവസ്ഥ എന്തായെന്ന് ശരത്ത് ഒരു ചർച്ചയിൽ ചോദിച്ചിട്ട് ശരത്ത് കേട്ട മറുപടി ശരത്തിന് അറിയാമല്ലോ. ഷിപ്രക്ക് വന്നാൽ അത് എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കല്ലേ. UDF ആ കപ്പൽ തന്നെ ആ കപ്പൽ ഓടിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി പൊരിഞ്ഞ തല്ല് നടക്കുകയാണ്. നാട്ടുകാർ, ജനം ഇതെല്ലാം വളരെ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക്